നിമിഷപ്രിയ യമനിലെ സിയാനിലെ ജയിലിൽ കിടക്കുന്നു. പക്ഷെ ഇവിടെ കേരളത്തിൽ ഇതൊരു മോശപ്പെട്ടൊരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ഒരു നിരീക്ഷകൻ, അദ്ദേഹം വിവിധ വിഷയങ്ങളിൽ നിരീക്ഷകനായി വന്നിട്ടുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകൻ, അതുപോലെ സാമൂഹ്യ നിരീക്ഷകൻ, സാമ്പത്തിക നിരീക്ഷകൻ. അപ്പോൾ ഏത് വിഷയമാണോ പറയുന്നത് അതുമായിട്ടുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളിന് അങ്ങനെ വരാം. ശബരിമല വിഷയം വന്നപ്പോഴാണ് അദ്ദേഹം രംഗത്ത് വരികയും വളരെ വലിയ തോതിൽ അദ്ദേഹം ചാനൽ ചർച്ചകളിലെല്ലാം ഒരു പ്രധാനപ്പെട്ട ആളായി മാറിയിട്ടുണ്ട്. നന്നായി കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളുമാണ്. അദ്ദേഹത്തിന് സ്വന്തമായി തന്നെ യൂട്യൂബ് ചാനലുണ്ട്, അതിനും നല്ല റീച്ചുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ അയാൾ അദ്ദേഹം ചെന്നുപെട്ടിരിക്കുന്ന ഒരു പുലിവാലുണ്ട്. നിമിഷപ്രിയയെ തൂക്കിലേറ്റേണ്ടതാണ്, അവർ ദയ അർഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അയാൾ വല്ലാതെ അയാളെ വീട്ടിലുള്ള ആരെ കൊന്നതുപോലെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ പേരടി ഇതിനകത്ത് വന്ന് അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെ വളരെ വലിയ തോതിൽ ഹരീഷ് പേരടി വന്ന് അഭിപ്രായം പറയാൻ തുടങ്ങി. ശ്രീജിത്ത് പണിക്കർ അഭിപ്രായം പറയാൻ തുടങ്ങി. അങ്ങനെ വളരെ വലിയ തോതിലാണ് തർക്കം നടക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? വേറൊരു രാജ്യത്ത് വെച്ച് ഒരു സ്ത്രീ ഒരു കൊലപാതകം ചെയ്തു എന്ന് വിചാരിക്കുക. കൊലപാതകം തന്നെ ചെയ്തു. ആ രാജ്യത്തെ നിയമം അനുസരിച്ച് അവരെ തുറങ്കിലടച്ചിരിക്കുന്നു, ജയിലിലടച്ചിരിക്കുന്നു. അതിനെ മോചിപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു ഒരു രാജ്യം. കേന്ദ്ര ഗവൺമെൻറ് പരിശോധിക്കുന്നു, സുപ്രീം കോടതി പരിശോധിക്കുന്നു, മറ്റൊരു രാജ്യത്തായതുകൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പരിശോധിക്കുന്നു. ആ പരിശോധിക്കുന്നതിനിടയിൽ ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ഇത്ര വൈബ്രൻ്റായിട്ട് കിടന്ന് വീഡിയോസ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അതിനെ സംബന്ധിച്ച് അപ്പോൾ നമുക്കൊരു ഗുണമുണ്ട്. നമുക്ക് ഈ പെരുമൺ തീവണ്ടി അപകടം ഉണ്ടായപ്പോൾ കുറച്ച് പേർ ഈ ഡെഡ് ബോഡിയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റി. അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായപ്പോഴും സ്വർണ്ണം അടിച്ചു മാറ്റിയ കഥ കേൾക്കുന്നു. ശവത്തിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റുന്ന കഥകളുണ്ട്. പിന്നെ ധർമ്മസ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് 100ഓളം പേരെ ജീവിച്ചിരുന്നവരെ കൊന്ന കഥ പറയുന്ന പോലെ തന്നെ 500ഓളം മൃതദേഹങ്ങളെ ഭോഗിച്ച കാര്യവും പറയുന്നു. മനുഷ്യർ പബ്ലിസിറ്റിക്കും അധികാരത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യും. ഏത് തലങ്ങളിൽ വരെ പോകും. എല്ലാവരും നേരെ നിൽക്കുമ്പോൾ നമ്മൾ വളഞ്ഞു നിൽക്കും. എല്ലാവരും കൂട്ടപ്പാട്ട് പാടുമ്പോൾ നമ്മൾ അപശ്രുതി പാടും. എല്ലാവരും കൈ താഴ്ത്തി നിൽക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്തി നിൽക്കും. അങ്ങനെ എങ്ങനെയും നമുക്കൊരു പബ്ലിസിറ്റി കിട്ടണം. മറ്റൊരാൾ പറയുന്നതിനെതിരെ ഇതുപോലെ ചെയ്തു പോകുന്ന ഒരാളാണ് ഈ രാഹുൽ ഈശ്വർ. അപ്പോൾ ഇവരൊക്കെ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ്, ചെറിയ ആളുകളല്ല. മൈത്രേയൻ, രവിചന്ദ്രൻ, രാഹുൽ ഈശ്വർ, ശ്രീജിത്ത് പണിക്കർ ഇവരെല്ലാം സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ്. നമ്മളെ തൊപ്പി കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ, വേടൻ ഇപ്പോൾ ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ ഇവരൊക്കെ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ്. നാളത്തെ ലോകം എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ യുവജനങ്ങളെയും ആളുകളെയും ഒക്കെ നയിക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ ആശയം കൊണ്ട് അവർ നയിക്കുന്നുണ്ട്. കാരണം ഇവരുടെ അഭിപ്രായങ്ങൾക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊരു നാടാണ് ഇവിടെ. അവിടെ ഒരു സ്ത്രീ, ഒരു വനിത ജയിലിൽ കിടക്കുന്നു, നമ്മളിവിടെ ആഘോഷമാക്കുന്നു, ചാനലുകളും ചർച്ചകളും വേണ്ട ബഹളം. അതിനിടയിലാണ് ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ വല്ലാതൊരു വാശി പിടിച്ചതുപോലെ ഒരു വീഡിയോ ചെയ്തു. ഇത് ശരി, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലേണ്ടതാണ്, അല്ലെങ്കിൽ തൂക്കിലേറ്റേണ്ടതാണ്, ഓക്കെ. പക്ഷേ ഇതൊരു തരം വാശി പോലെ പറയുന്നത് ഒരു തരം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ഉപയോഗിച്ചത് ശരിയായില്ല. അപ്പോൾ എന്തായാലും ശ്രീജിത്ത് പണിക്കർക്ക് ആവശ്യത്തിൽ പബ്ലിസിറ്റി ഉണ്ട്. ഇനി യൂട്യൂബ് ചാനൽ നടത്തുന്നതുകൊണ്ട് അതിൻ്റെ വരുമാനമാണ് പ്രശ്നമെങ്കിൽ അതിനെനിക്കൊന്നും പറയാനില്ല. ഞാൻ വിഡ്രോ ചെയ്യുന്നതിൻ്റെ പറച്ചിൽ. അല്ലെങ്കിൽ ശ്രീജിത്ത് പണിക്കറായാലും ഹരീഷ് ആയാലും ആരായാലും കുറേ കൂടി പക്വതയോടുകൂടി ഈ വിഷയങ്ങളിൽ ഇടപെടണം. എല്ലാവരും ഒന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയുമ്പോഴാണ് അതിനാണ് അവസരം കിട്ടുന്നത്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം ഈ മുട്ടനാടിനെയും കുട്ടനാടിനെയും തമ്മിലടിപ്പിച്ചിട്ട് ഇടയ്ക്ക് നിന്ന് രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളുടെ റോളാണ് പല ചാനലുകളും പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ യൂട്യൂബുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ മുട്ടനാടിനെയും കുട്ടനാടിനെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കും. തമ്മിലടിക്കട്ടെ. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ വരുന്ന ചർച്ചയിൽ വേറൊരാളിനെ കൊണ്ടിരുത്തി അദ്ദേഹവും ബഹളം ഉണ്ടാക്കും. ആരിഫ് ഹുസൈനെയൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഒരാൾ പറയുന്നതിനെതിര് തന്നെ 100% എതിര് പറഞ്ഞ് വഴക്കുണ്ടാക്കി റേറ്റ് കൂട്ടുന്ന ഒരുതരം അധമ മാധ്യമ പ്രവർത്തനവും നടക്കുന്നുണ്ട്. അതിൽ
ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ ചെന്ന് പെട്ടുപോകരുത്. താങ്കൾക്ക് നന്നായി അനലൈസ് ചെയ്യാൻ കഴിയുന്ന ആളാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ താങ്കൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. എന്തായാലും നിമിഷ പ്രിയയുടെ വിവാദം താങ്കൾ വിട്ടുപിടിക്കുക.